Hi friends, കളേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു മെഷീൻ്റെ റിപ്പയർ വീഡിയോ ആണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഹാൻഡ് വീൽ കറക്കുമ്പോൾ തുണി നീങ്ങുന്നില്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ കണ്ടോ, തുണി നീങ്ങുന്നില്ല. ആദ്യം നമ്മൾ ഈ ഒരു സ്ക്രൂ, ഇത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടാനും കുറക്കാനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു മിഡിൽ പോർഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു 15-12 ഇപ്പോൾ താഴെയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ചിൻ്റെ അകലം കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് തുണി പെട്ടെന്ന് നീങ്ങി കിട്ടില്ല. അപ്പോൾ നമുക്ക് മിഡിലാണ് ഉള്ളത് നോക്കാം. അതിനുശേഷം ഈ ഒരു ടീത്ത് ലൂസായി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണി നീങ്ങി കിട്ടില്ല. അപ്പോൾ നമുക്ക് അത് ടൈറ്റ് ചെയ്യുന്ന എവിടെയാണ് നോക്കാം. മെഷീൻ നമുക്ക് ഇതുപോലെ ഉയർത്തി വെച്ച് കൊടുത്തിട്ട് ടീത്ത് ജോയിൻ്റ് വരുന്ന ആ ഒരു ഭാഗത്തുള്ള സ്ക്രൂ ആണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ക്രൂ നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം. ഇത് ടൈറ്റായിട്ട് തന്നെയാണ് ഉള്ളതെങ്കിൽ, ഇതിപ്പോൾ ടൈറ്റായിട്ട് തന്നെ ഉള്ളത്, ഇത് ടൈറ്റായിട്ട് തന്നെ ഉള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലേറ്റ്, ഈ 2 സ്ക്രൂ അഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ ടീത്ത് സെറ്റ് എളിയിട്ടുണ്ടോ നോക്കാം. ഈ ഒരു ഫേസ് പ്ലേറ്റ്, ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ടീത്ത് സെറ്റ് ഇളകിയിട്ടുള്ളത്. ഈ ഒരു 2 സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഈ ഒരു ഫോട്ടോ അഴിച്ച് കാണിച്ചു തരാം. ഈ ഒരു സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ തുണി നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടീത്ത് സെറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം, പുതിയത് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ്. അത് ഞാൻ അഴിച്ച് കാണിച്ചു തരാം. ഇത് ഒരുപാട് പഴയ മെഷീനിലാണെങ്കിൽ ഇത് ഇങ്ങനെ താഴ്ന്നു പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ റഫായിട്ട് തന്നെയുള്ള, താഴ്ന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കൈ കൊണ്ട് ഉരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു താഴ്ന്നിട്ടുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ടീത്തിൻ്റെ ഈ സെറ്റിൻ്റെ ഈ 2 ഹോൾസ്, ഈ ഹോൾസിന് നേരെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്തെടുക്കാം. അതുപോലെ മെഷീൻ്റെ സ്റ്റിച്ച് പ്രോബ്ലത്തിൻ്റെയും വീൽ സ്റ്റക്കാവുന്നതിൻ്റെയും 2 വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതാവശ്യമുള്ളവർ അത് പോയി കാണുക. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഈ 2 സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കണം.
നമുക്ക് ഈ ഫൂട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഫൂട്ട് നമുക്ക് ആ ഹോൾസിന് നേരായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ക്രൂ ചെയ്തെടുക്കാം. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, തുണി നീങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.